വല്ലാതെ ഭാരപ്പെടുന്ന കർത്താവിൻ്റെ മക്കളോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഇത് ഈ യേശു തരുന്ന സമാധാനം മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടുകയില്ല. ഈ യേശു തരുന്ന സമാധാനം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. എന്തും നിങ്ങൾക്ക് പണം കൊടുത്ത് മേടിക്കാൻ പറ്റും, പക്ഷേ ഈ സമാധാനം ദൈവത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. കാരണം വേദപുസ്തകത്തിനകത്ത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവിധ നാമങ്ങൾ, വിവിധ പേരുകളുണ്ട്. അതിലെ ഒരു നാമമായി എൽ ഷദായ് എന്ന നാമം. ഹല്ലേലൂയ. യെശയ്യാവ് എന്ന പ്രവാചകൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന പേരുകൾ: അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. ഈസ് എ പ്രിൻസ് ഓഫ് പീസ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. സമാധാനം ഉള്ളവർക്ക് മാത്രമേ സമാധാനം കൊടുക്കാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിലുള്ളത് മാത്രമേ എന്നോട് ചോദിക്കുന്ന ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലാത്തത് കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ലൈവിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ ധാരാളമായി തൻ്റെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാനും ദേശത്തെ നിറയ്ക്കുവാനും കർത്താവിന് കഴിയും. നമ്മുടെ ദേശങ്ങൾക്കൊരു സമാധാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. ആ ദൈവികമായ സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാകണം. ആ റെസ്റ്റോറേഷൻ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അത് ദൈവം ചെയ്യും. അത്തരം തുറന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന അവസ്ഥയിൽ അത് വാ തുറന്നെന്ന് പറഞ്ഞ് എൻ്റെ ദേശത്തിൽ ആ ദൈവിക സമാധാനത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവിക സമാധാനത്തെ ഞാൻ സ്വീകരിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ആ പദം ഉപയോഗിച്ച് ആ കർത്താവെ, അങ്ങിലുള്ള സമാധാനത്തെ ഈ നിമിഷം എൻ്റെ ആത്മാവിൽ ഞാൻ സ്വീകരിച്ച് എൻ്റെ കർത്താവിന് നന്ദി പറയുന്നെന്ന് ഈ ലൈവിലൂടെ കേട്ടാൽ പറ്റത്തില്ല. അത് വാ തുറന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ശിഷ്യന്മാർ സന്തോഷിച്ചു. യഥാർത്ഥമായ സന്തോഷം, ദ റിയൽ ഹാപ്പിനെസ് ഓർ ജോയ്നെസ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന, ഹാപ്പി എന്ന് പറയുന്നതും ജോയ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഇപ്പം ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് തരുന്നത് ഒരു ഹാപ്പി മൂഡല്ല. കർത്താവ് തരുന്നത് ഒരു വലിയ ജോയ്, നമ്മുടെ അകത്ത് വലിയൊരു ആനന്ദമാണ് കർത്താവ് തരുന്നത്. ഏതെങ്കിലും ഒരു താൽക്കാലിക സന്തോഷമല്ല കർത്താവ് നമുക്ക് നൽകി തരുന്നത്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യത്തിൽ, അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, യേശു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. 21-ാം വാക്യം, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പക്ഷേ എൻ്റെ വേല ചെയ്യാൻ, എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പുറപ്പെടുന്ന നിങ്ങൾക്ക് എന്നാ വേണം? എൻ്റെ വേല ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിതാവ് എന്നെ അയച്ചതുപോലെ എനിക്ക് നിങ്ങളെ അയക്കണം, എനിക്ക് നിങ്ങളെ അയക്കണം. പക്ഷെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവ് പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞ ശേഷം 22-ാം വാക്യം, അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അപ്പോ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന് നിങ്ങളിൽ വരുവാൻ കഴിയണമെങ്കിൽ, നിങ്ങളിൽ വന്ന പരിശുദ്ധാത്മാവിന് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങൾക്ക് യേശു കർത്താവ് തരുന്നതായ ദൈവികമായ ഒരു സമാധാനം ഉണ്ടാകണം. ശരിക്കും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകരോട്, കർത്തൃദാസന്മാരോടൊക്കെ ഞാൻ പറയുന്നു, പിശാചിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്, പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തെ അസ്വസ്ഥതയെ, സമാധാനത്തെ എടുത്തു കളയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ അതിലോട്ട് വരുന്നുണ്ട്, എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം എന്ന വിഷയത്തിലോട്ട്. നമ്മുടെ അകത്തെ സമാധാനത്തെ എടുത്തു കളയാൻ നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല ആഹാരം വീട്ടിൽ വെച്ചു, പക്ഷേ ഭയങ്കര അടിയും വഴക്കും നടന്നിട്ട് ആ സമാധാനം പോയിട്ട് വെച്ച ആഹാരം കഴിക്കാൻ പറ്റാതെ പോയ സാഹചര്യം. നല്ല റൂമൊക്കെ ഉണ്ട്, പക്ഷെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, സമാധാനമില്ല, സ്വസ്ഥതയില്ല. അങ്ങനെ ഒരുപാട് പേരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കാണുന്നു.